ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഇതുപോലെ ഔട്ടിങ്ങിനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയതായിരുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ടിലെ ടർഫിലൊക്കെ ഞങ്ങളിങ്ങനെ പോയി. അപ്പോൾ ഞങ്ങളുടെ വിചാരം അവിടെ കുറേ കുട്ടികൾ കളിക്കുന്നുണ്ടായിരിക്കും, പ്രത്യേകിച്ച് ടർഫൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിചാരം. പക്ഷേ നമ്മൾ ചെന്നപ്പോൾ ഭയങ്കര വിജനമായിട്ട് കിടക്കുന്നു, 2 കുട്ടികൾ മാത്രം അവിടെ കളിക്കുന്നൊരു അവസ്ഥ. അതാണ് ഞങ്ങൾ കണ്ടത്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിക്കുകയാണേ, ജസ്റ്റ് സിമ്പിളി ഇങ്ങനെ പറയാം കേട്ടോ. ഞങ്ങളിങ്ങനെ ആലോചിക്കുക, പഴയ കാലത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള കുറേ സ്ഥലങ്ങളിലൊക്കെ കുട്ടികൾ കൂട്ടമായി, പ്രത്യേകിച്ച് സമ്മർ ഹോളിഡേയ്സൊക്കെ അല്ലേ. ഈ സമ്മർ ഹോളിഡേയ്സ് എന്ന് പറയുമ്പോൾ എല്ലാ കുട്ടികളും, കുടുംബത്തിലുള്ള കുട്ടികളായിക്കോട്ടെ, അയൽവക്കത്തുള്ള കുട്ടികളായിക്കോട്ടെ, എല്ലാവരും നിങ്ങളുടെ അനുഭവത്തിൽ അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം. എല്ലാവരും കൂടെ ഒന്നിച്ച് കൂടുന്നു, പലതരത്തിലുള്ള കളികളൊക്കെ ആയിട്ടിങ്ങനെ ഭയങ്കരമായിട്ടുള്ളൊരു സെലിബ്രേഷൻ ആയിരിക്കും ഈ വെക്കേഷൻ സമയം എന്ന് പറയുന്നത്. അപ്പം ഞാനും സുമിയും പിന്നെ അതുപോലെ നമ്മുടെ ഒരു ഫ്രണ്ടും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ പോയി നോക്കുമ്പോൾ അവിടെ ആരും തന്നെ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നണേ, നമ്മുടെ 2K കിഡ്സ് എന്നൊക്കെ പറയില്ലേ, നമ്മുടെ പുതിയ ജനറേഷൻ്റെ പിള്ളേർ അധികം മൊബൈൽ ഫോൺ അല്ലെങ്കിൽ അവരുടേതായ ഒരു ലോകത്ത് ആണ് കൂടുതൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കണതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ മാത്രം അഭിപ്രായമാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് തോന്നുന്നത് അങ്ങനെയാണ്. ഇപ്പം ഇപ്പം ഞങ്ങളൊക്കെ 90s കിഡ്സ് എന്നൊക്കെ പറയാമല്ലോ. അപ്പോൾ നമ്മുടെ ചെറുതായ സമയത്തെന്ന് പറയുന്നത് കഴിഞ്ഞാൽ കൂടുതലും കളിക്കുന്നവർ ഇപ്പോൾ ഫാമിലിയിൽ പെട്ട കുട്ടികളായിക്കോട്ടെ, കസിൻസ് ആയിക്കോട്ടെ, അതുപോലെ അയൽപക്കത്തുള്ള കുട്ടികളായിക്കോട്ടെ, സൈക്ലിങ്, പിന്നെ കുറച്ചും കൂടെ ചെറിയ സമയത്താണെങ്കിൽ ഇങ്ങനെ മണ്ണൊക്കെ കുഴച്ച് അപ്പം ഉണ്ടാക്കി കളിക്കുക, വീടും കുടുംബമൊക്കെ ആയിട്ടുള്ള സെറ്റപ്പുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് കളിക്കുക. കുട്ടികളാണെങ്കിൽ പിന്നെ കുട്ടിയും കോലെന്ന് പറഞ്ഞിട്ടൊക്കെ കളിക്കുക, പന്ത് ഉണ്ടാക്കി കളിക്കുക. ചിലപ്പോൾ പന്തൊന്നും നമ്മുടെ കയ്യിലുണ്ടാവില്ല, ക്രിക്കറ്റൊക്കെ കളിക്കുക. എന്തെങ്കിലും ഓല വെച്ചിട്ടോ എങ്ങനെയെങ്കിലുമൊക്കെ വെച്ചിട്ടൊക്കെ പന്ത് ഉണ്ടാക്കിയിട്ട് കളിക്കുക, പമ്പരമൊക്കെ ഉണ്ടാക്കിയിട്ട് ഓടി നടക്കുക, ഓലയൊക്കെ വെച്ചിട്ട്. അപ്പം അങ്ങനെയുള്ള വെറൈറ്റി. അതുപോലെ തന്നെ ഈ പിറങ്കി മാങ്ങ അല്ലെങ്കിൽ കശുമാങ്ങ എന്നൊക്കെ പറയില്ല, അതിൻ്റെ സീസൺ ആകുമ്പോൾ ചോട്ടിക്കൂടിയൊക്കെ പോയിട്ട് അത് പറിക്കുക, നിലത്ത് വീണ് കിടക്കുന്ന പറക്കിയെടുക്കുക, മരത്തിൽ കൂടിയൊക്കെ കയറുക, പ്രത്യേകിച്ച് മാവിലൊക്കെ കയറുക, മാങ്ങ പറിക്കുക. അതൊക്കെ ഇങ്ങനെ ഉപ്പൊക്കെ കൂട്ടി ഇടിച്ചിട്ട് ഉപ്പൊക്കെ കൂട്ടി വെച്ചിട്ട് കഴിക്കുക. അപ്പം അങ്ങനെ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും എനിക്ക് തോന്നണേ 2000-ന് മുൻപ് 90s കിഡ്സ് എന്നൊക്കെ പറയുന്ന വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പം അതിനുശേഷം ഇപ്പോഴത്തെ ജനറേഷനിലേക്ക് വരുമ്പോൾ ജനറേഷൻ്റെ പ്രത്യേകതയാവും, കാലത്തിൻ്റെ പ്രത്യേകതയാവും, പ്രത്യേകിച്ച് ഒക്കെയാണ്. ചിലപ്പോൾ കുട്ടികൾ അഡ്വാൻസ്ഡ് ആയതാവാം. അപ്പം ആരെയും തന്നെ കാണുന്നില്ല, കളിക്കുന്നതോ ഗ്യാതറിങ്ങുകളോ ഒന്നും തന്നെ കാണുന്നില്ല. അധികവും എനിക്ക് തോന്നണം മൊബൈൽ ഗെയിമുകൾ, 2-3 കുട്ടികൾ മൊബൈലിൻ്റെ അപ്പുറം ഇരുന്നിട്ട്, അല്ലെങ്കിൽ ഗ്രൂപ്പ് ഗെയിമുകൾ, അതൊക്കെ ആവാം ഒരു കാരണമെന്ന് തോന്നുന്നു. അപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസിൽ വെറൈറ്റി ആയിട്ടുള്ള ചിലപ്പോൾ പല വീടുകളിലുള്ള കിഡ്സിനെയൊക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ സമയമുണ്ടെങ്കിൽ ഷെയർ ചെയ്യൂ. ടേക്ക് കെയർ.